ഒരു സംശയങ്ങളെ ചോദിക്കാണ്. എന്റെ മരങ്ങളിൽ ഒത്തിരി മരങ്ങളിൽ പട്ടം മരവിക്കുന്ന ആ ഒരു രീതി കാണുന്നുണ്ട്. അതിനെന്തെങ്കിലും ശാസ്ത്രീയപരമായ ഒരു സൊല്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും മെഡിസിൻ സപ്ലൈ ചെയ്താൽ അത് മാറുമോ? അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അത് അങ്ങനെ തന്നെ വെറുതെ ഇട്ടേക്കുന്നതാണോ നല്ലത്? പ്ലീസ്. വട്ടമരപ്പ് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക. ഈ റബ്ബറിന്റെ പാലാക്കുള്ളതാണ്. റബ്ബറിന്റെ പാല് റബ്ബറിന്റെ വളർച്ചയ്ക്കും മറ്റുമുള്ള കാര്യം. അപ്പൊ റബ്ബറിന് ഒരു മരത്തിന് ഒരു വർഷം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ക്രോപ്പിനൊരു ലെവലാണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു മരത്തിൽ നിന്ന് 5 കിലോഗ്രാം റബ്ബർ കിട്ടുന്നു. ആ 5 കിലോഗ്രാം റബ്ബർ നിങ്ങൾ ഒരു വർഷം ഒന്നരാടം ടാപ്പ് ചെയ്ത് എടുക്കും, അല്ലെങ്കിൽ 3 ദിവസം എടുക്കും, അല്ലെങ്കിൽ ആഴ്ച ടാപ്പ് ചെയ്ത്. എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടാപ്പിങ്ങിന്റെ ഇടവേള കൂടുന്തോറും ഒരു മരത്തിൽ നിന്ന് എടുക്കുന്ന പട്ടാപ്പീരീഡ് ഈക്വലായിട്ട് വെക്കും. അതായത് എത്തപ്പം പ്രയോഗിച്ചു. എന്താ സംഭവിക്കുന്നത്? ഒന്നരാടം മുതലുള്ള ടാപ്പിംഗ് രീതികൾ ഒരു മരത്തിന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാപ്പിംഗ് ഒരു ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ മരത്തിന് അത് കൂടുതൽ സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളിലാണ് ഈ പട്ടമരപ്പ് കൂടുതലായിട്ട് കണ്ടുവരും. ആസ് സച്ച് പട്ടമരപ്പ് നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. ദർ ഈസ് നോ മെഡിസിൻ അവൈലബിൾ. മരം എത്രത്തോളം നിങ്ങൾ പാല് കൂടുതൽ എടുക്കും അത്രത്തോളം പട്ടമരപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഓവർ ആൻഡ് എബോവ് ദി ഒപ്റ്റിമം റേഞ്ച്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 5 കിലോ എടുക്കാം, പക്ഷെ അതിനുള്ള ഇന്റർവെൽ ബുക്ക് എടുക്കും. പിന്നെ എത്തപ്പം പ്രയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മരത്തിൽ നിന്ന് കിട്ടുന്ന പാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിന് ആഴ്ചയൊരിക്കൽ മാത്രമേ ടാപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി എത്തപ്പം പ്രയോഗിച്ചിട്ട് എന്ത് പറ്റും? ആഴ്ചയൊരിക്കൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. മരത്തിന്റെ പാലിന്റെ DRC കൂടും, നന്നായിട്ട് കൂടും. ഈവൻ ആഴ്ചയൊരിക്കൽ എത്തപ്പം പ്രയോഗിച്ച് ടാപ്പ് ചെയ്താൽ പോലെ നമുക്ക് എബോ 35% മുതൽ 40% വരെ നമുക്ക് DRC കിട്ടും. നേരെ മറിച്ച് ഒന്നരാടം പറ്റുന്ന തോട്ടങ്ങളിലാണെങ്കിൽ മാക്സിമം നമുക്ക് 28%, ബിലോ 30% DRC. അതാണ് ഇതിന്റെ ആൾക്കാർ. അപ്പൊ ആ സച്ച് പട്ടമരപ്പിന് നമുക്ക് ഇല്ല. മുൻകാലങ്ങളിൽ ഉള്ള ഹയർ ഫ്രീക്വൻസി ഒന്നരാടം അല്ലെങ്കിൽ സാധാരണ ചില കർഷകർ ചെയ്ത രീതികൾ റബ്ബറിന് വില കൂടുമ്പോൾ ചിലപ്പോൾ ഡെയിലി ടാക്കിയിരുന്നില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രെയിൻഗാർഡ് ചെയ്ത് ഈ രീതിയിൽ ശാസ്ത്രീയമായി ടാപ്പ് ചെയ്ത റബ്ബറിന് അങ്ങനെ പട്ടമരപ്പ് വരത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പെർസെന്റേജ് ഓഫ് TP, മരത്തിന് വരുന്ന പട്ടമരപ്പിന്റെ ശതമാനം കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്നരാടം ടാപ്പ് ചെയ്യുമ്പോൾ 22 ആകുമ്പോൾ 3 ദിവസത്തിലൊരിക്കാകുമ്പോൾ 15% താഴെയായി. 4 ദിവസത്തിലൊരിക്കാകുമ്പോൾ പിന്നെയും കുറയും. ആഴ്ച ഒരിക്കാകുമ്പോൾ മാക്സിമം ഒരു സേ ഫോർ എക്സാമ്പിൾ 5 to 6% മാക്സിമം വരുന്നത്. അത് പല തോട്ടങ്ങളിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പല തോട്ടങ്ങളിൽ ഇപ്പോൾ ഈ ലെവലിൽ വീക്കിലി ടാപ്പിംഗ് സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അടുത്തതായി പ്ലാന്റേഷൻ അഡോപ്ഷൻ ഡേ പ്രതിജ്ഞയാണ്. GNG റബ്ബേഴ്സ് പ്രോജക്ട് മാനേജർ ശ്രീ സുഭാഷിനെ പ്രതിജ്ഞ ചൊല്ലി തരുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏവരും അത് ഏറ്റു ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇപ്പോൾ നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. പ്രതിദിനം 50,000-ൽ പരം ഉൽപ്പന്നങ്ങളിലൂടെ ലോക പുരോഗതിക്ക് ചുക്കാൻ പിടിക്കുന്നതും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് നിദാനമാകുന്നതുമായ റബ്ബർ കൃഷി പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരനെന്ന നിലയിലും പ്രതിബദ്ധതയുള്ള കർഷകനെന്ന നിലയിലും ഞാൻ റബ്ബർ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള ആധുനിക ശാസ്ത്രീയ കൃഷിരീതികൾ നടപ്പിൽ വരുത്തി റബ്ബർ കൃഷിയെ സംരക്ഷിച്ച് നാടിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുമെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി ചീഫ് ഗസ്റ്റുകൾക്കായുള്ള GNG റബ്ബേഴ്സിന്റെ ഉപഹാരം നൽകലാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ വസന്തകേശൻ സാറിന് ഉപഹാരം നൽകുന്നതിനായി GNG റബ്ബേഴ്സ് മാനേജിംഗ് ഡയറക്ടറായ ശ്രീമതി സൗമ്യ ഗോപകുമാറിനെ ഫൗണ്ടർ ശ്രീ ഗോപകുമാർ സാറിനെയും ക്ഷണിക്കുന്നു. With profound respect and gratitude, may I request the Honorable Sri Vasantakeshan IRS Sir to graciously accept this token of appreciation and
ബാൻഡ്രൂടെ കിട്ടും. ചെയർ മാറ്റി സെൻട്രലോട്ട് താങ്ക് യു സാർ. അടുത്തതായി കേരള റബ്ബർ ലിമിറ്റഡിന്റെ CMD ആയിട്ടുള്ള ശ്രീമതി ഷീല തോമസ് മാഡത്തിന് GNG റബ്ബേഴ്സിന്റെ ഉപഹാരം നൽകുന്നു. GNG റബ്ബേഴ്സിന്റെ MD ആയ സൗമ്യ ഗോപകുമാർ ഉപഹാരം നൽകുന്നു. ചേർന്ന് മാറ്റിയോ? ചെയർ മാറ്റിയിട്ട് കൊടുത്താൽ ബെറ്ററാണ്. ഓക്കെ, നടക്കൂട്ട് കയറുക. ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മാഡം, ജസ്റ്റ് ഒന്ന്. താങ്ക് യു. അടുത്തതായി മറ്റ് വിശിഷ്ട അതിഥികൾക്കുള്ള ഉപഹാരം നൽകലാണ്. ആദ്യമായി ഡോക്ടർ പി രാജീവൻ, റിസർച്ച് പേഴ്സൺ KRL. GNG റബ്ബേഴ്സിന് വേണ്ടി ഗോപകുമാർ സർ ഉപഹാരം നൽകുകയാണ്. അടുത്തതായി ശ്രീമതി ഷൈനി കെ പൊന്നൻ, ഡെപ്യൂട്ടി RPC റബ്ബർ ബോർഡ്. അടുത്തതായി ഡോക്ടർ രാജഗോപാൽ സർ. അടുത്തതായി GNG റബ്ബേഴ്സും കേരള റബ്ബർ ലിമിറ്റഡും സംയുക്തമായി സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലന പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി 19 മുതൽ മാർച്ച് 7 വരെ നമ്മോടൊപ്പം പങ്കുചേർന്ന റബ്ബർ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ട്രെയിനറായ ശ്രീ ടോമി സി ജോസഫ് സാറിന് പ്ലാന്റേഷൻ അഡോപ്ഷന്റെയും 2026 ചടങ്ങിന്റെ ഭാഗമായി ഉപഹാരം നൽകുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ടോമി സാറിനെ ഉപഹാരം നൽകുന്നതിനായി ശ്രീ ഷീല തോമസ് മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സാർ. അടുത്തതായി ഈ പരിപാടികൾക്ക് ആശംസ അറിയിക്കുന്നതിനായി ഡോക്ടർ ബി രാജീവൻ, റിസർച്ച് പേഴ്സൺ KRL വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയായ ഷീല തോമസ് മാം, ബഹുമാനപ്പെട്ട ഹരിഹരൻ സർ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പ്രബുദ്ധരായ റബ്ബർ കർഷകരെ, GNG റബ്ബേഴ്സിൻ്റെ എല്ലാമായ എൻ്റെ ജീവനക്കാരെ, റബ്ബർ തോട്ടത്തെ അല്ലെങ്കിൽ റബ്ബർ മരത്തിന്റെ നാടിമിടിപ്പ് മനസ്സിലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, റബ്ബർ തോട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടത്തൊഴിലാളികളെ, റബ്ബർ ടാപ്പർമാരും, ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവരും ഇന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. റബ്ബർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ കർമ്മനിരതമായ ഒരു പ്രവർത്തനം, അതിനുള്ള ഒരു അംഗീകാരം കൂടിയായി നമുക്ക് ഈ അവസരത്തെ നമുക്ക് കാണാം. കാരണം ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ റബ്ബർ മേഖലയിൽ ഇന്ന് അവർ അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടുകൊണ്ട് റബ്ബർ തോട്ട മേഖലയെ പിടിച്ചു നിർത്തുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ ഗോപകുമാർ അല്ലെങ്കിൽ സൗമ്യ ഗോപകുമാർ, ശ്രീ ഗോപകുമാറിന്റെ സപ്പോർട്ടോടുകൂടി ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. അത് കഴിഞ്ഞ കുറച്ച് വർഷമായി പ്രവർത്തിച്ചുകൊണ്ട് വരികയായിരുന്നെങ്കിലും ഈ അടുത്തിടെയാണ് ഞങ്ങൾക്ക് അതുമായി കൂടുതൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായത്. കേരള റബ്ബർ ലിമിറ്റഡ് എന്താണെന്നും അതിന്റെ കാര്യങ്ങളും എല്ലാം മാഡം ഇവിടെ സൂചിപ്പിച്ചു. ഇൻഡസ്ട്രിയെ
പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എങ്കിലും ഇൻഡസ്ട്രിക്ക് നിലനിൽക്കണമെങ്കിൽ അതിന് അത്യാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വേണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അതോടൊപ്പം അനുദിനം നമ്മുടെ നാട്ടിലെ റബ്ബറിന്റെ ഉൽപാദനം കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ടുള്ള ആശങ്കയും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതേക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാനിടയായത്. റബ്ബർ കർഷകർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും എന്ന് മാഡം ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ച കാര്യം, ഞങ്ങൾ റബ്ബർ ബോർഡിൽ ഇരിക്കുമ്പോഴും റബ്ബർ ബോർഡിന്റെ കമ്പനിയുടെ ചുമതലയിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യം, അത് കൃത്യമായി നോക്കി നടത്താനുള്ള ആൾക്കാരുടെ അപര്യാപ്തത, അതിന് അനുദിനം കുറഞ്ഞു വരുന്ന താല്പര്യം, ഇത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളതായിരുന്നു ചിന്ത. അതിന് ഞങ്ങൾ ചെറിയ തോതിലാണെങ്കിലും കമ്പനിയുടെ ലെവലിലെല്ലാം കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല എന്ന ഒരു കുണ്ഠിത മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടും എന്ത് ചെയ്യണം എന്ന് വീണ്ടും ആലോചിച്ചു. അതിനായി ഞങ്ങൾ 3-4 ഓപ്ഷൻസ് എടുത്തു. അതായത് മാഡം ഇവിടെ സൂചിപ്പിച്ചു, മറ്റെല്ലാ മേഖലയിലും ഇന്നിപ്പോൾ ഈവന്റ് മാനേജ്മെന്റ് കൺസെപ്റ്റ് പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എന്ത് ചടങ്ങ് വന്നാലും, എന്ത് ആഘോഷം ഉണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എല്ലാം ആ കാര്യങ്ങൾ വൃത്തിയായി നടത്തി തരുവാൻ ഈവന്റ് മാനേജേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പേയ്മെന്റ് കൊടുത്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളെല്ലാം അവരൊന്ന് നോക്കി നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തുകൊണ്ട് ആ കൺസെപ്റ്റ് നമുക്ക് കാർഷിക മേഖലയിലേക്ക് കൂടി ശ്രമിച്ചുകൂടാ എന്നുള്ള ചിന്തയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിദാനമായത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ ആലോചിച്ചപ്പോൾ 3-4 രീതിയിലുള്ള അപ്രോച്ച് നമുക്ക് എടുക്കാം. ആര് ഇത് ഏറ്റെടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്, ഈ ഈവന്റ് മാനേജ്മെന്റ് കൺസെപ്റ്റ് ആര് ഏറ്റെടുക്കും, എങ്ങനെ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ഏറ്റവും നല്ല ഒരു നെറ്റ്വർക്ക് നമ്മുടെ റബ്ബർ കർഷകർക്കിടയിലുള്ള റബ്ബർ ഉൽപാദക സംഘങ്ങൾ RPSകൾ വഴി തന്നെയാണ്. We tried 4 models. And the first one was with the rubber producers societies. Second one was with the rubber board promoter companies. Third one was to promote entrepreneurship in the rubber sector. And another model is to attempt with Kudumbasri mission. All the 4 models we have tried. Only in one RPS it could be successful. That also Madam Rafael. Companies we couldn't because of the limitations. I know better. So there are so much of limitations in the company sector. That is why companies could not take it up. Then we identified the successful entrepreneur Mr. Gopakumar and the GRG Rubbers. We implemented the concept, or we have already implemented, and we just provided some support to him. And the 4th one with Kudumbasri, that is under process. It has been already accepted in principle by the management and executive director, so it will be implemented shortly. ഇങ്ങനെയുള്ള ഒരു 3-4 ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ ഗോപകുമാറിന്റെ പ്രസ്ഥാനമായിട്ട് കാണാനും ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. ഒരു ദിവസം വന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, തോട്ടങ്ങൾ കണ്ടു മനസ്സിലാക്കിയപ്പോൾ അവശ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ടാപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു അപ്സ്കില്ലിംഗ് പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു ചെറിയ പ്രോഗ്രാം, ഒരു 3 ദിവസത്തെ ഒരു ട്രെയിനിങ് ഓരോ ബാച്ചിനുമായിട്ട് കൊടുത്ത് ഇവരുടെ മുഴുവൻ ടാപ്പേഴ്സിനും 4 ബാച്ചുകളിലായി 3 ദിവസം നീക്കുന്ന ഒരു ചെറിയ അപ്സ്കില്ലിംഗ് പ്രോഗ്രാം ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതാണ് ഇവിടെ നടത്തിയെടുത്തത്. അത് നമുക്കറിയാം, കാരണം ഇവരാരും ടാപ്പിംഗ് പുതിയതായി പഠിക്കേണ്ടവരല്ല, നല്ല നൈപുണ്യമുള്ള ടാപ്പേഴ്സാണ്. അത് വലിയ അനുഗ്രഹമാണ് ഗോവർണറെ സംബന്ധിച്ചിടത്തോളം. നല്ല നൈപുണ്യമുള്ള കുറെ ടാപ്പർമാരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. അവരെ കാണാനും അവരുടെ ടാപ്പിംഗ് നോക്കി മനസ്സിലാക്കാനും അവരിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും ഞങ്ങൾക്കറിയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമായി ഒരു 3 ദിവസം അവരോടൊപ്പം അവർ പ്രവർത്തിക്കുന്ന, അവർ വെട്ടുന്ന എല്ലാ തോട്ടങ്ങളും ഞങ്ങൾ കളക്റ്റീവായിട്ട് ഗ്രൂപ്പായിട്ട് സന്ദർശിച്ചിട്ട് അതത് തോട്ടങ്ങളിൽ വെച്ച് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കി ഇങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യങ്ങൾ തിരുത്താൻ അവർ തയ്യാറാവുകയും കൂടെ ചെയ്തപ്പോൾ വളരെ വിജയകരമായിട്ട് നമുക്ക് ഈ ശില്പശാല, ഈ വർക്ക്ഷോപ്പ് നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്.
അങ്ങനെ 3 ദിവസം നീളുന്ന ഓരോ ട്രെയിനിങ് 4 ബാച്ചുകളിലായി നടത്തി ഏതാണ്ട് 40 പേര് ഇപ്പോൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് അല്പം കൂടെ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് വീണ്ടും പുറകെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പരിപാടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നത്. ആ രീതിയിൽ ഒരു സപ്പോർട്ട് നമ്മൾ GNG റബേഴ്സിന് കൊടുത്ത് അവർക്ക് വേണ്ട ഒരു ബാക്കിംഗ് ആണ് നമ്മൾ കൊടുത്തത്. ഇത് മുമ്പോട്ട് പോകാനുള്ള എല്ലാ പ്രചോദനവും എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ സപ്പോർട്ട്, ടെക്നിക്കൽ ഗൈഡൻസ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം. കൂടുതൽ എന്റർപ്രണർഷിപ്സ് നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലായിട്ട് ഇനിയും വരണം. ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാകുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസിയായി തന്നെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തണം എന്നുകൂടി ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ഈ GNG റബേഴ്സ് എടുത്ത ഒരു പ്രത്യേക താല്പര്യം, ഒരു അർപ്പണ ബോധം, ഇത് വളരെ വിരളമായി മാത്രം കാണുന്നതാണ്. ഒരു മേഖലയിൽ ഇതുപോലെയുള്ള ഒരു എന്റർപ്രണർ ഇത്രയധികം കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേത് മേഖലയിലുള്ളതിനേക്കാൾ വളരെ കഷ്ടപ്പാട്. കാരണം ഒരു ലേബർ മാനേജ്മെന്റ്, റിമോട്ട് കൺട്രോൾ, പല മേഖലയിലായി പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സാധ്യമാകുന്നത് അദ്ദേഹത്തിന്റെ വലിയ സമ്പത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവനക്കാർ തന്നെയാണ്. എത്ര അർപ്പണബോധത്തോടെയാണ് അവർ നടപ്പാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോ ദിവസവും ഓരോ പ്രദേശത്തും എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് ഇവിടെ ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് അറിയത്തക്ക രീതിയിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്തു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് GNG റബേഴ്സ്. അത് തന്നെയാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ നമുക്ക് പ്രേരണയായത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ എഫർട്ട്, അദ്ദേഹത്തിന്റെ എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഈ ടീമിന്റെ ഒരു എഫർട്ട് ഏറ്റവും വിജയകരമാവട്ടെ, കൂടുതൽ മേഖലയിലേക്ക് ഇത് വിജയകരമായിട്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. റബ്ബർ ഉത്പാദന മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻ പോലെ ഗ്രാജുവലായിട്ട് അത് റബ്ബർ പ്രോസസ്സിംഗിലേക്കും മാർക്കറ്റിംഗിലേക്കും ഉൽപ്പന്ന നിർമ്മാണത്തിലേക്കും എല്ലാം ചുവടുവെക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ മുമ്പിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കുതിക്കുവാനായിട്ട് അദ്ദേഹത്തിന് എല്ലാ ശക്തിയും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളോടും നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ശ്രീമതി ഷൈനിക പൊന്നമ്മയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർ, കേരള റബ്ബർ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഷീല തോമസ് മാം, അതേപോലെ വേദിയിലിരിക്കുന്ന ഗുരുതുല്യരായ എൻ്റെ സീനിയർ ഓഫീസേഴ്സ് ഹരിഹരൻ സാറ്, ഡോക്ടർ രാജീവൻ സാറ്, അതേപോലെ രാജഗോപാൽ സാറ്, സദസ്സിലുള്ള നമ്മുടെ ഡെപ്യൂട്ടി ആർട്ടിസി, അതേപോലെ റബ്ബർ ബോർഡിൽ നിന്ന് എത്തിയിരിക്കുന്ന ഡെവലപ്മെന്റ് ഓഫീസർ, ചടയമംഗലം ഫീൽഡ് ഓഫീസർ, ഈ GNG റബേഴ്സിന്റെ അമരക്കാരനായ ശ്രീ ഗോപകുമാർ, സൗമ്യ, GNG റബേഴ്സിന്റെ ജീവനക്കാരെ, അതേപോലെ ഇവിടെ എത്തിയിരിക്കുന്ന അഭ്യുദയകാംക്ഷികളെ, ടാപ്പിംഗ് തൊഴിലാളികളെ, റബ്ബർ കർഷകരെ, ഇന്ന് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കൊട്ടാരക്കര റീജിയണൽ ഓഫീസിലെ ഏകദേശം 2 താലൂക്കിന്റെ ഏരിയയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 17,000 ഹെക്ടറാണ് നമുക്ക് റബ്ബർ കൃഷിയുള്ളത്. 15,000 ഹെക്ടർ ടാപ്പിംഗ് റബ്ബറുണ്ട്. ഓരോ വർഷവും നമ്മൾ 100 ഹെക്ടറിൽ കൂടുതൽ റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഈ വർഷവും ഒരു 111 ഹെക്ടറോളം ഏരിയയ്ക്ക് പ്ലാന്റിംഗ് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലേബർ വെൽഫെയർ സ്കീംസ് ഉണ്ട്. അപ്പോൾ ഈ എപ്പോഴും കർഷകരുടെ ഇടയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൽഡായിട്ടുള്ള ടാപ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ്. GNG റബേഴ്സിന്റെ ഈ ഒരു KRLന്റെ നേതൃത്വത്തിൽ ഈ ഇത്രയും ടാപ്പേഴ്സിനെ അപ്സ്കിൽ ചെയ്യുന്നതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 14-ാം തീയതി ഇനോഗ്രേഷൻ പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊട്ടാരക്കര റീജിയണൽ ഓഫീസിൽ നിന്ന് ഇവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവരുടെ ആ ട്രെയിനിങ്ങിന്റെ രീതി രാജീവൻ സാർ കൊടുത്ത മിസ്റ്റർ ടോമിയുടെ നേതൃത്വത്തിൽ കൊടുത്ത ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാകാൻ കഴിയുകയും ചെയ്തു. വളരെ ടാപ്പേഴ്സൊക്കെ വളരെ തന്നെ താല്പര്യത്തോടു കൂടി അവരുടെ സ്കിൽ ആ ഒരു താല്പര്യം വളരെ ശ്രദ്ധേയമായിരുന്നു. അതുകൂടാതെ
നമ്മുടെ ഈ റബ്ബർ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്കിൽഡ് ടാപ്പേഴ്സ് ഇല്ല. അതേപോലെ തന്നെ ടാപ്പിംഗ് ഇത്ര ഏരിയ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ റെഗുലർ ടാപ്പിംഗ് ഇല്ല. ഇറഗുലർ ടാപ്പിംഗ് എന്ന് പറയുന്നത് റെയിൻ ഗാർഡിങ്ങിന്റെ അഭാവം മൂലം. പക്ഷെ GNG റബ്ബേഴ്സിൽ ഇവർ ഏറ്റെടുത്ത ഓരോ തോട്ടങ്ങളും ശാസ്ത്രീയമായ രീതിയിലും അതേപോലെ റെയിൻ ഗാർഡിങ് ചെയ്തും ആണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം തീർച്ചയായും ഒരു റബ്ബർ മേഖലയിലേക്ക് യുവസംരംഭകൻ എന്ന നിലയിൽ ഗോപകുമാറിന്റെ ഒരു ചുവടുവയ്പ് വളരെ പ്രശംസനീയമായ ഒരു രീതിയാണ്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്, കാർഷിക മേഖലയിലേക്ക് കടന്നു വരാൻ ആൾക്കാരുടെ അഭാവം വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും കൃഷിയിൽ നിന്നും വിട്ടുമാറി, അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാർ മാത്രമാണ് നമ്മുടെ തോട്ടങ്ങൾ നോക്കാനായിട്ടുള്ളവർ തന്നെ. ഒരു മീറ്റിംഗ് വിളിച്ചാൽ തന്നെ വരുന്നത് ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസൺ ആണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഗോപകുമാറിന്റെ ഈ ഒരു ടീം, ഈ ടാപ്പേഴ്സിന്റെ ടീമിൽ തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ റബ്ബർ കൃഷിക്ക് വളരെയധികം പ്രചോദനമേകാൻ ഹെൽപ്പുള്ള ആൾക്കാരാണ്. ഇദ്ദേഹത്തെ ഈ ഒരു സംരംഭം, ഇതിലേക്കുള്ള ഈ ഒരു കാൽവെയ്പ് ഇതിന് മുന്നോട്ടുള്ള പ്രയാണം റബ്ബർ കൃഷിയുള്ള സമസ്ത മേഖലകളിലും ഇദ്ദേഹത്തിന്റെ കഴിവും അറിവും ഉണ്ടായി നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന്, മുൻപോട്ടുള്ള പ്രയാണം വളരെ ശോഭനമാകട്ടെ എന്ന് ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ഡോക്ടർ രാജഗോപാൽ സാർ, സീനിയർ സയന്റിസ്റ്റ്, റിട്ടയർഡ് റബ്ബർ ബോർഡ്. ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതുപോലെ നമ്മുടെ മുൻ ചെയർമാനായ ഇപ്പോഴത്തെ CMD-യുമായ കേരള CMD ഷീല മേഡം, വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് മാന്യ വ്യക്തികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച GNG റബ്ബറിനും ഗോപകുമാറിനും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനും GNG റബ്ബർ അല്ലെങ്കിൽ ഗോപകുമാറും ഞാനും തമ്മിലുള്ള ബന്ധം മോർ ദാൻ 10 years അല്ലെങ്കിൽ അറൗണ്ട് 15 years എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ റിസർച്ചിലായതുകൊണ്ട് പലപ്പോഴും പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. അതിന്റെ ആധികാരികത പലപ്പോഴും തെളിയിക്കുന്നത് കർഷകരുടെ തോട്ടങ്ങളിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എസ്റ്റേറ്റ് സെക്ടർ കഴിഞ്ഞ് സ്മോൾ ഗ്രവേഴ്സ്. അങ്ങനെ ഗോപകുമാറിന്റെ തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഓണർ മിസ്റ്റർ നാസർ അതിന് താല്പര്യപ്പെടുകയും വീക്കിലി ടാപ്പിംഗ് ആദ്യം ഒരു ബ്ലോക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ള ബ്ലോക്കുകളുടെ D3 ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള റിസൾട്ട് നന്നായതുകൊണ്ട് ബാക്കി ബ്ലോക്കുകളിൽ കൂടി ഈ വീക്കിലി ടാപ്പിംഗ് ഇംപ്ലിമെന്റ് ചെയ്യും സക്സസ്ഫുൾ ആയിട്ട് നടത്തുകയും ചെയ്തു. ഗോപകുമാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ റബ്ബർ ബോർഡ് സർവീസിലുള്ളപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിങ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബ്ബർ ട്രെയിനിങ് ഫാക്കൽറ്റി ആയിട്ട് എപ്പോഴും ഈ ഡാറ്റ സെർവർ ടെക്നോ ടാപ്പിംഗ് ബന്ധപ്പെട്ട ക്ലാസ് നടത്താം. ഗോപകുമാറിന്റെ പ്രത്യേകം എപ്പോഴെല്ലാം NHT-യുടെ ക്ലാസ് ഉണ്ടോ അവിടെ 2 ദിവസമായാലും 3 ദിവസമായാലും ചിലപ്പോൾ അവിടെ താമസിച്ച് തന്നെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അറിയാനുള്ള വ്യക്തികളുടെ കൂടുതലാണ്. പലപ്പോഴും പല ട്രെയിനിങ് പ്രോഗ്രാമിലും കാണുന്നത് ആ ട്രെയിനിങ് ഉത്സവത്തോടെയൊക്കെ ചെയ്യും, പക്ഷെ പിന്നെ അതിനോട് ആരും താല്പര്യപ്പെടാം. ഈവൻ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം, നമ്മൾ സൗജന്യമായിട്ടും അല്ലാതെയും പലപ്പോഴും NIRP ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവരും ഇതേപോലെ താല്പര്യപ്പെട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പിന്നീട് അതിനോട് അത്രത്തോളം താല്പര്യം കാണിക്കാറുണ്ട്. പിന്നെ LFP-യെ സംബന്ധിച്ചാണ്, അതായത് ലോ ഫ്രീക്വൻസി ടാപ്പിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. 2001-ലാണ് റബ്ബർ ബോർഡ് ഈ രീതികൾ ടാപ്പിംഗ് രീതികൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റബ്ബർ ബോർഡ് ജോയിൻ ചെയ്യുന്നത് 1986-ലാണ്. അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നപ്പോൾ കേട്ടത് 6,105 D3. പിന്നീട് ഞാൻ റിട്ടയർ ആവുന്ന സമയത്ത് നമ്മൾ പറയുന്നു D3. വേർ ടു ബി സ്റ്റാൻഡ്. എനിക്ക് പലപ്പോഴും ഞാൻ സർവീസിലുള്ളപ്പോഴും ഞാൻ പല വേദികളിലും സീനിയർ ഓഫീസേഴ്സിന് ചോദിക്കാറുണ്ട്, ആർ വി ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് സബ്സിഡി ഓർ ടെക്നോളജി എക്സ്റ്റൻഷൻ? ഗോപകുമാറിനെ പോലെയുള്ള കമ്പനികൾ വേറെയും ഇതുപോലെ വരട്ടെ, ഇതേപോലെ ടെക്നോളജി എക്സ്റ്റെൻഡ് ചെയ്യട്ടെ എന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. പിന്നെ ഒരു കമ്പനി ഉണ്ട് കാഞ്ഞങ്ങാട് റബ്ബേഴ്സ്, ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എനിക്ക് അറിയത്തില്ല. ഗവൺമെന്റ് വേറൊരു താല്പര്യം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ NIRP-യുടെ ഒരു പോസ്റ്റ് ഡിപ്ലോമ റബ്ബർ പ്ലാന്റേഷൻ മാനേജ്മെന്റ്, അതിൽ സ്റ്റുഡന്റിന് ഞാൻ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഞാൻ ഗൈഡായിട്ട് ആ കുട്ടിയെ കൊണ്ട് വർക്ക് ചെയ്യണമെന്ന് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് പൈസ കൊടുത്ത് അത്രയും താല്പര്യപ്പെട്ടാണ് ഓരോ അക്കാഡമിക് ആക്ടിവിറ്റീസും ഇത് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. അപ്പൊ ഞാൻ താല്പര്യപൂർവ്വം സന്തോഷത്തോടെ അത് ചെയ്യും. സക്സസ്ഫുൾ ആയിട്ട് ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതിനും ഞാൻ നമ്പയിലേക്ക് കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഇങ്ങനെയുള്ള വർക്കുകൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് താല്പര്യപ്പെട്ട് ചെയ്യാൻ. കുട്ടി BA ആയിരുന്നു, എക്കണോമിക്സ് ആണ് തോന്നുന്നു.
എന്നിട്ടും താല്പര്യപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയും സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യും, നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്യും. പിന്നെയുള്ള എൻ്റെ ഒരു അപ്രഹേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗവൺമെന്റ് ആരോഗ്യത്തിൽ ഈ ഏരിയയിൽ വീക്ക്ലി ടാപ്പിംഗ് ഒക്കെ ചെയ്യിക്കുന്നുണ്ടെന്ന് കൊട്ടാരക്കര റീജിയണൽ ഓഫീസിന്റെ ഇതല്ലാത്ത ഗ്രോവേഴ്സ് എന്ത് ടാപ്പിംഗ് രീതിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു സർവേ നടത്തിയ എത്ര പെർസെന്റ് ഗ്രോവേഴ്സ് ഒന്നിനോടെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ D3 ചെയ്യുന്നുണ്ട്? ഇതിനെ കുറിച്ചൊന്നും അറിയാൻ നല്ലതായിരിക്കും. കാര്യം ഇപ്പോഴും പലപ്പോഴുള്ള അപ്രഹെൻഷൻ ഇപ്പോഴും ഉണ്ട്. ഈ വീക്ക്ലി ടാപ്പിങ്ങിനെ കുറിച്ചും എത്തപ്പം പ്രയോഗത്തെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളും മറ്റുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു സൈഡിൽ കൂടെ നമ്മൾ പറയും നമുക്ക് ടാപ്പർമാരെ കിട്ടാനില്ല. വേറൊരു സൈഡിൽ കൂടെ നമ്മൾ ഹയർ ഫ്രീക്വൻസി ആയ ഒന്നിനാടും ഈവൻ സം ഗ്രോവേഴ്സ് ഡെയിലി ടാപ്പിംഗ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഇപ്പൊ മാഡം സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം തൊട്ട് അങ്ങോട്ട് ടാപ്പിംഗ് ഒന്നും ലോ പ്രൊഡക്ഷൻ ഏരിയയാണ്. അത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ഇനിയിപ്പോ നമ്മള് ട്രിവാൻഡ്രം മാർത്താണ്ഡത്തായിട്ട് റബ്ബർ ഷീറ്റ് എടുത്ത് റോഡിൽ ഇടുന്ന സിറ്റുവേഷൻ, ഡ്രൈ മെയിൻ റോഡ്, സോ ദാറ്റ് വേർഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലും ക്വാളിറ്റി പ്രോസസ്സിംഗ് മാർക്കറ്റിങ്ങിനേക്ക് കൂടുതൽ പ്രയോറിറ്റി ചെയ്യുന്നു ധരിക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു കാര്യം, നമ്മളെ ബഹുമാനപ്പെട്ട ഹരിയാണ സാറിന് ഇപ്പം ഏകദേശം 83 വയസ്സായി. സാർ ഇപ്പോഴും ഫീൽഡിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഫീൽഡ് സാധാരണ പോലെ അല്ല. ഫീൽഡിൽ പോയി ഒരു വിസിറ്റ് നടത്തി റിപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ഈസി ടാസ്ക്, എസ്പെഷ്യലി ഇൻ ദിസ് ഏജ്. ഫീൽഡിൽ നമ്മൾ രാവിലെയാണ് സാധാരണ പോയി തോട്ടങ്ങളിലൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ സമയം. സാർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തെന്ന് അറിയുന്നത് വളരെ സന്തോഷം. ഇനിയും സാറിന് കൂടുതൽ നടത്തട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചിരിക്കുക. ഇനിയും പൂർവ്വമാർന്ന് ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഉണ്ടാകട്ടെ എന്നും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷു. താങ്ക് യു സർ. അടുത്തതായി നന്ദി പ്രകാശനമാണ്. അതിനായി GNG റബ്ബേഴ്സ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീമതി രഹ്ന MS വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിനും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, എന്റെ സഹപ്രവർത്തകരെ, ഇന്ന് ഈ സുദിനത്തിൽ എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം എന്ന് വെച്ചാൽ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നന്ദി പ്രകാശനമാണ്. ആദ്യമായി അധ്യക്ഷസ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ M. വസന്തകേശൻ സാർ IRS-നാണ്. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ഷീല തോമസ് IAS അവർക്കാണ്. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ആശംസ അറിയിച്ച ഡോക്ടർ രാജഗോപാൽ സാർ, ഷൈനി കെ പൊന്നൻ, ഡോക്ടർ രാജഗോപാൽ സാർ, ശ്രീ ബെസ്റ്റ് ടാപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസന്ന സാർ, റബ്ബർ ബോർഡിൽ നിന്നും റിട്ടയറായി വന്ന ടോമി സാർ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ റബ്ബർ ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥർ, മറ്റു സ്റ്റാഫുകൾ, റബ്ബർ ബോർഡ് ഇതര പ്രതിനിധികൾ, എല്ലാവർക്കും എന്റെയും GNGയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഒറ്റ മിനിറ്റ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഗോപ സാറിന്റെ നേതൃത്വത്തിൽ വളരെയേറെ സഹായമാണ് റബ്ബർ ഫീൽഡിന് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഞാൻ ചെയ്യുന്നത്, റബ്ബർ ബോർഡിലേക്ക് ഈ റബ്ബർ ടാപ്പേഴ്സിന് നമ്മളെ ഡ്രൈവിങ്ങിന് സ്കൂൾ തുറക്കുന്ന പോലെ റബ്ബർ ടാപ്പേഴ്സ് ട്രെയിനിങ് എന്ന ഒരു സ്കൂൾ ഓപ്പൺ ആക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിയുമോ? അതിനുള്ള എക്സ്പെൻസസ് ടാപ്പേഴ്സോ അയക്കുന്നവരോ മീറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മരങ്ങൾ ശാസ്ത്രീയപരമായിട്ട് ടാപ്പ് ചെയ്ത് ഡാമേജ് ആകാതെ ലോങ് ലൈഫ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അതിന് ബോബ സാർ ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു.
സാർ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്. അത്തരത്തിലുള്ള സംവിധാനം നമ്മുടെ റബ്ബർ ബോർഡിലുണ്ട്. അപ്പോൾ അതീതരായ അതിന് പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ നമ്മുടെ ആദരണീയനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെ മറുപടി പറയുന്നതായിരിക്കും. സാർ തന്നെ പറയും. Actually, there are a lot of training programs out there. Okay. Basically, there is. I go. Please sit down for a minute. Yeah. There is actually two things are there in this. Whatever you are asking. One is the on-farm training. Okay. That is 3 days course which you have conducted, a kind of refresher course. Another is 8 days course. Okay. And third thing is actually one is there, that is 30 days course. Okay, that will do within the Tapers school. Okay, but that was not actually recently. It is not getting much attention. Okay, because 30 days somebody has to leave their regular work and has to come and then get the training. We have the provision. We can do that, but 30 days, how they will come without any allowance or food allowance for 30 days, that is the trouble. Otherwise we have, if any one of you wants or any industry or anybody wants that program, certainly we can extend that particular program. Otherwise the regular on-farm programs, the 8 days program is there. And one more thing I like to highlight here, from the Rubber Board through the Rubber Training Institute, National Institute for Rubber Training, NIRT, for women, we are having the special programs. Okay, there even candidate allowance also there. Per day 100 rupees or something like that. So for women, there is a lot of advantages there for getting this particular training. So these are all the things are already there. And more than that, labor welfare schemes are there for Tapers specifically. That Tapers includes self-tapers also. Any growers, they are doing tapping on their own. That is called, they are called self-tapers. They are also eligible to get those labor welfare scheme, taper scheme. So, any details, if you approach the regional office or the field office, certainly you will come to know. Of course, the Rubber Board website also it is there. So the existing schemes, please use it. If any amendment or additional requirements is there, if it is very specific, please approach us. We will certainly do that. Thank you. ഷെഡ്യൂൾ സാറ് മനസ്സിലായി കാണും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും സാറ് പറഞ്ഞതിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും റബ്ബർ ബോർഡിലുണ്ട്. റബ്ബർ ബോർഡിന്റെ ടാപ്പിംഗ് ട്രെയിനിങ് സ്കൂളുകളുണ്ട്. നമ്മളതിൻ്റെ അടുത്തായി അടൂരുണ്ട്. 30 ദിവസത്തെ കോഴ്സ്, 15 ദിവസത്തെ കോഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഓൺലൈൻ കോഴ്സുകളുണ്ട്. NIRT-യിൽ വിവിധമായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇതൊക്കെ സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത്തരം രീതിയിലൂടെ നമ്മൾ സൂചിപ്പിച്ചു, രണ്ടാം റബ്ബർ വിപ്ലവം എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിലൂടെ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഇന്ത്യയുടെ ഉപഭോഗം ഇരട്ടിയായി മാറും. അപ്പോൾ നമുക്ക് റബ്ബർ ഉത്പാദനത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സംതൃപ്ത കർഷകൻ, സമ്പന്ന കേരളം, സമൃദ്ധ ഭാരതം, ഫ്ലോറിഷിംഗ് ഇന്ത്യ എന്ന ആപ്തവാക്യം ഉയർത്തിയുള്ള GNG റബ്ബേഴ്സിന്റെ പ്രവർത്തനം. അപ്പോൾ അതിലേക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂട്ടായ യത്നവുമാണ് ആവശ്യം. അതിലേക്ക് നടന്ന് നമുക്ക് അടുക്കാം. നമ്മുടെ രാജ്യത്തെയും റബ്ബർ കർഷകരെയും റബ്ബർ മേഖലയും ഒക്കെ സമ്പന്നമാക്കാം എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. വന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും അത് ഇവിടെ അടുത്തായിട്ട് തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സംഘാടകർ ആ കാര്യങ്ങൾ ചെയ്യും. അടുത്തതായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ഓഡിറ്റോറിയം അനുവദിച്ച NSSന്റെ താലൂക്ക് യൂണിയൻ ഭരണസമിതിക്കും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗാനം. शुभ नामे
शुभ आशीष मांगे गावे